നിങ്ങളുടെ സാലറി 5 ദിവസങ്ങളിൽ തീരുന്നുണ്ടോ? ഇഎംഐ, വീട്ടുചെലവ്, അൺഎക്സ്പെക്ടഡ് എക്സ്പെൻസസ് ഇങ്ങനെ ബാക്കിയുള്ള 25 ദിവസം ഒരു വെയിറ്റിംഗ് ഗെയിമിലാണ്. എന്നാൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. വീട്ടിലിരുന്ന് ഓൺലൈനായി ആമസോണിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ളതിനെ കുറിച്ച് നമുക്കിന്ന് നോക്കാം. സീറോ ഇൻവെസ്റ്റ്മെന്റോട് കൂടെ നിങ്ങൾക്ക് പുസ്തകങ്ങൾ ഓൺലൈനായി മറ്റുള്ളവരിലേക്ക് എത്തിക്കാം, ലാഭകരമാക്കാം എന്നുള്ള ബിസിനസിനെ കുറിച്ചാണ് നാം നോക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷ് പരിജ്ഞാനം ഒരു നിർബന്ധമേ അല്ല, അത് നിങ്ങൾക്കൊരു തടസ്സമായി തീരത്തുമില്ല. എൻ്റെ പേര് റിനോ ഫിലിപ്പ്. ഞാൻ ഓൺലൈനായിട്ട് ആമസോൺ KDP വഴി ഇൻകം ജനറേറ്റ് ചെയ്തതിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. എൻ്റെ കമ്മ്യൂണിറ്റിയുടെ പേരാണ് സ്മാർട്ട് മൈൻഡ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ ഈ വീഡിയോയിൽ ആമസോൺ KDP അക്കൗണ്ട് ഇന്ത്യയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ആണ് നാം ഇന്ന് നോക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് KDP, എന്തെല്ലാം സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്, എന്തെല്ലാം ഓപ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മറ്റു കാര്യങ്ങളൊക്കെയും സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് നാം ഇന്ന് നോക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി എന്താണ് KDP? കിൻഡിൽ ഡയറക്റ്റ് പബ്ലിഷിംഗ് എന്നത് ആമസോണിന്റെ ഒരു സൊല്യൂഷൻ ആണ്. അതിനെക്കുറിച്ചാണ് നാം ഇന്ന് നോക്കുന്നത്. ഇത് ആമസോണിന്റെ സെൽഫ് പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോമാണ്. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ ഒരു ബുക്ക് ഉണ്ടാക്കുന്നു. അത് ഒരു കളറിംഗ് ബുക്ക്, ആക്ടിവിറ്റി ബുക്ക്, പസിൽ ബുക്ക്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നു, അത് ആമസോണിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ആമസോൺ ഇത് ലോകമെമ്പാടുമുള്ള ആമസോണിന്റെ കസ്റ്റമേഴ്സിനായിട്ട് മാർക്കറ്റ് ചെയ്ത് അവർ തന്നെ ഇത് പ്രിന്റ് ചെയ്ത് അവരിലേക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. പ്രിന്റ് ചെയ്യുന്നതും ഡെലിവർ ചെയ്യുന്നതും പേയ്മെന്റ് കളക്ട് ചെയ്യുന്നതും എല്ലാം ആമസോൺ നേരിട്ട് തന്നെ. നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ഓതറിന്റെ റോയൽറ്റിയാണ്. അത് ആമസോണിന്റെ ചെലവിന് ശേഷം വരുന്ന ഇൻകം ഓരോ ബുക്കിനും ഉള്ളത് നിങ്ങളുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്നു. ഫിസിക്കൽ ഇൻവെന്ററി ഇല്ല, സ്റ്റോറേജ് ഇല്ല, ബാക്കി ഒരു ടെൻഷനും ഇല്ല. നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുന്നു, ആമസോൺ ബാക്കിയെല്ലാം ഹാൻഡിൽ ചെയ്യുന്നു. ഇതിപ്പോൾ ലോകമെമ്പാടും എല്ലാവരും പ്രാക്ടിക്കലായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. വർക്കിംഗ് പ്രൊഫഷണൽസ്, ഹൗസ് വൈഫ്സ്, സ്റ്റുഡൻസ്, റിട്ടയർഡ് പ്രൊഫഷണൽസ്, അങ്ങനെ ആർക്കും ഇത് ചെയ്യുവാൻ സാധിക്കും. കഴിഞ്ഞ ഒരു മാസം $67 മില്യൺ ആമസോൺ KDP ഓതേഴ്സിന് റോയൽറ്റി ആയിട്ട് നൽകിയത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം, എത്ര വലിയ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ഇതൊന്നും പ്രശ്നമായി വരുന്നില്ല. എല്ലാം ഈസി ആയിട്ട് ഇന്നത്തെ പ്രത്യേകിച്ച് AI വളരെ ഫിംഗർ ടിപ്സിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സീറോ ഇൻവെസ്റ്റ്മെന്റോട് കൂടെ ഇതിലേക്ക് ആരംഭിക്കാം. അക്കൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ വേണ്ട ചില ആവശ്യമായ കുറച്ച് ഡോക്യുമെന്റ്സിനെ കുറിച്ച് പരിചയപ്പെടുത്താം. ഒന്ന് പാൻ കാർഡ് ആണ്. അത് ടാക്സ് പർപ്പസിന് വേണ്ടി നിർബന്ധമായിട്ടും കരുതേണ്ടതാണ്. 2, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് ആണ്. ഇത് നിങ്ങളുടെ റോയൽറ്റി നിങ്ങളുടെ ഇന്ത്യയിലുള്ള അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ ബിസിനസ് വളരും തോറും ഇത് GST തുടങ്ങിയുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. നമുക്ക് സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇത് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ മുൻപോട്ട് പോകുന്തോറും ഇതിന്റെ കാൽക്കുലേഷൻ ഈസി ആക്കുന്നതിന് വേണ്ടി ഒരു കറണ്ട് അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇതിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു കറണ്ട് അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കുക. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ബാങ്കിൽ തുടങ്ങാൻ സാധിക്കും. ഏതെങ്കിലും ഒരു മെയിൽ ID അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി പുതുതായിട്ട് ഉണ്ടാക്കുക. അത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും Gmail, Yahoo മെയിൽ തുടങ്ങിയ മെയിൽ IDയോ അല്ലെങ്കിൽ ഇതിനായിട്ട് പ്രത്യേകമായി ചെയ്യാം. എൻ്റെ സജഷൻ, ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് ഒരു മെയിൽ ID നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആമസോണിന്റെ നേരിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, റിമൈൻഡേഴ്സ്, റോയൽറ്റി വരുന്നതിൻ്റെതായിട്ടുള്ള മെയിൽസ്, മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതായിട്ടുള്ള നോട്ടിഫിക്കേഷൻ, ഇതൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ട് ലഭിക്കാൻ വേണ്ടി ഒരു പ്രത്യേക മെയിൽ ID ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുക. ഇതിനൊരു വർക്കിംഗ് ഫോൺ നമ്പർ, പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഇന്റിമേഷൻസ് ഒക്കെ ലഭിക്കണമെങ്കിൽ അത് ലഭിക്കുവാൻ വേണ്ടി ഒരു ഫോൺ നമ്പർ നിങ്ങൾ യൂസ് ചെയ്യുക. അത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് നമ്പർ തന്നെ ആയാലും കുഴപ്പമില്ല. അവസാനമായി ഒരു അഡ്രസ് പ്രൂഫ്, അതിനുവേണ്ടി നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ ഡോക്യുമെന്റ്സ് മതിയാവും. ഇത്രയധികം ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഈ സെറ്റപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിന് സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാം. അതിലേക്ക് നമുക്ക് പോകാം.
അടുത്തതായി ആമസോൺ KDP എങ്ങനെ ആക്സസ് ചെയ്യാം എന്നതിന് നമുക്ക് നോക്കാം. അതിനായിട്ട് kdp.amazon.com എന്ന സൈറ്റ് നമുക്ക് എടുക്കാം. ഇത് US-ലേക്കാണ് പോകുന്നത്. കാരണം നമ്മുടെ ആമസോൺ സാധാരണ നമ്മുടെ യൂസിന് വേണ്ടി amazon.in എന്നുള്ള സൈറ്റിലേക്കാണ് സാധാരണ വരുന്നത്. ഇത് US-ലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നതിനാണ് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സൈറ്റ് നാം എടുക്കുന്നത്. നമ്മളിപ്പോൾ കിൻഡിൽ ഡയറക്റ്റ് പബ്ലിഷിംഗിന്റെ ലാൻഡിംഗ് പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോഴും നിങ്ങൾക്ക് സൈൻ ഇൻ വഴിയാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓതേഴ്സിന് വരാനുള്ള യൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് സൈൻ ഇൻ. നിങ്ങൾ ആദ്യമായി, പ്രത്യേകിച്ച് ഇന്നത്തെ വീഡിയോ നമ്മൾ ആദ്യമായി ചെയ്യുന്ന ഒരു സ്ക്രാച്ചിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആദ്യമായി ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ജോയിൻ KDP എന്നുള്ള സെക്ഷനാണ് നാം ക്ലിക്ക് ചെയ്യേണ്ടത്. അത് നമ്മളിപ്പോൾ ചെയ്യും. ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേഷൻ ആണ്, ഒരു പേജാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ എവിടെയും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ യുവർ നെയിം, ഇമെയിൽ, പാസ്വേഡ്, റീ എൻ്റർ പാസ്വേഡ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റഡ് ആവും. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങളുടെ ശരിയായ പേര് ഇവിടെ തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു പെന്നെയും അല്ല, പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളൊരു ബ്രാൻഡ് എന്ന രീതിയിലേക്ക് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ജനറിക് ആയിട്ടുള്ള ഒരു പേര് വെച്ച് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനുവേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് പുതിയൊരു മെയിൽ ID ഇതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഓൾറെഡി അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ ആ ക്രിയേറ്റ് ചെയ്ത മെയിൽ ID എൻ്റർ ചെയ്യുവാൻ. പിന്നെ ഇവിടെയുള്ള ലോഗിൻ ക്രെഡൻഷ്യൽസ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ നാം ഇപ്പോൾ അക്കൗണ്ട് ക്രിയേഷനുള്ള ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ക്രിയേറ്റ് യുവർ KDP അക്കൗണ്ട് എന്ന ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്നു. നമ്മളത് ചെയ്യുന്ന സമയത്ത് ആമസോണിന്റെ വക ഒരു വാലിഡേഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അത് ഓരോ പ്രാവശ്യവും ഓരോ രീതിയിലായിരിക്കും അവർ അക്കൗണ്ട് വാലിഡേഷൻ. അത് ബേസിക്കലി അതൊരു പ്രൊട്ടക്ഷന് വേണ്ടി ആമസോൺ എനേബിൾ ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടറാണ്. അതിലേക്ക് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു ഇത് സോൾവ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഒരു OTP വെരിഫിക്കേഷൻ നമ്മൾക്ക് വരും. ഇത് എഗെയിൻ നമുക്കൊരു മെയിൽ ID വെരിഫൈ ചെയ്യുവാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ലഭിച്ച OTP നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ഇന്ത്യയിലായിരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ നമ്പർ യൂസ് ചെയ്യാം.
അതിനുശേഷം നിങ്ങളുടെ ആമസോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു എഗ്രിമെന്റ് ആണ്, ആമസോൺ KDPയുമായിട്ട് നാം ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണ്. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. അത് മുഴുവനും വായിച്ചതിന് ശേഷം ഇതിന്റെ അവസാന ഭാഗത്ത് വന്നിട്ട് നിങ്ങൾ ഇതിൽ എഗ്രി ചെയ്യുക. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ക്രിയേഷൻ, അതായത് നമ്മുടെ ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേഷൻ ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് പൂർത്തീകരണമായിട്ടില്ല. നമുക്ക് ഒരു കംപ്ലീറ്റ് അക്കൗണ്ട്, അതായത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും മറ്റെല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിത് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബുക്ക് ഷെൽഫിൽ ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു ബ്ലാങ്ക് സ്ക്രീനാണ് ഇവിടെ ഉള്ളത്. അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു KDP അക്കൗണ്ട് മാത്രമേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ആമസോൺ KDP അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യരുത്. കാരണം ആമസോണിന്റെ കാര്യങ്ങൾ വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും നിങ്ങൾ അഡീഷണൽ ആയിട്ട് KDP അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യരുത്. ഒരു KDP അക്കൗണ്ട്, അതായത് ഒരു അക്കൗണ്ട് മെയിൽ ID വെച്ച് ചെയ്യുന്നു, അത് ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഞാൻ പ്രത്യേകമായി പറഞ്ഞതുപോലെ കറണ്ട് അക്കൗണ്ടിലേക്ക് തന്നെ പോകുന്ന രീതിയിൽ ചെയ്യുന്നു. അതിന്റെ അകത്ത് നിങ്ങൾക്ക് വ്യത്യസ്തമായ പെൻ നെയിംസ് നമുക്ക് യൂസ് ചെയ്യാം. അവിടെ നമ്മൾക്ക് പ്രശ്നമില്ല. നമ്മൾ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോസിലൊക്കെ എങ്ങനെയാണ് ഒരു ഓതർ പെൻ നെയിം ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ആദ്യമായി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊരു സിംഗിൾ KDP അക്കൗണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് KDPയിലുള്ള വേരിയസ് ഓപ്ഷൻസ്, എന്തെല്ലാം തരത്തിലുള്ള ബുക്സുകളാണ് ഉള്ളത് എന്നതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ചെയ്യും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് 3 തരം കാറ്റഗറീസ് ആണ് KDPയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പേപ്പർ ബാക്ക്, 2 ഹാർഡ് ബാക്ക് അല്ലെങ്കിൽ ഹാർഡ് ബൗണ്ട്, മൂന്നാമത്തേത് കിൻഡിൽ. നമ്മൾ ഈ സീരീസിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് പേപ്പർ ബാക്ക് എഡിഷനെ കുറിച്ചായിരിക്കും. ഹാർഡ് ബൗണ്ടും കിൻഡിലും നമ്മൾക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. എന്നാലും നമ്മുടെ ഈ വീഡിയോ ട്രെയിനിങ് പ്രോഗ്രാമിൽ കൂടുതലും പേപ്പർ ബാക്ക് സീരീസ് ആണ്. കാരണം അതാണ് ഏറ്റവും ഡിമാൻഡ് ഉള്ളതും ഏറ്റവും കൂടുതൽ റോയൽറ്റി ഓതേഴ്സിന് ലഭിക്കുന്നതുമായിട്ടുള്ള സ്ട്രീം. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ വേരിയേഷൻസ് അല്ലെങ്കിൽ ബുക്ക് കാറ്റഗറീസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള സെഷൻസിലേക്ക് പോവാം. ഒന്നാമത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ക്രിയേറ്റ് ന്യൂ ടൈറ്റിൽ ഓർ സീരീസ് എന്നുള്ള സെക്ഷനിലാണ്. നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കാണുന്ന 3 കാറ്റഗറി കിൻഡിൽ, ഇ ബുക്ക്, പേപ്പർ ബാക്ക് അല്ലെങ്കിൽ ഹാർഡ് കവർ അല്ലെങ്കിൽ ഹാർഡ് ബൗണ്ട് ആയിട്ടുള്ള സ്ട്രീംസ്. നമ്മൾ ഓരോ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യും തോറും, ഇത് കിൻഡിൽ ഇ ബുക്ക് എന്നത് പറഞ്ഞാൽ അത് ഡിജിറ്റൽ മാത്രമായിട്ടുള്ള ഒരു സ്ട്രീമാണ്. പേപ്പർ ബാക്ക് എന്നാൽ ഫിസിക്കൽ പ്രിന്റ് ബുക്കാണ്. അത് പ്രിന്റ് ഓൺ ഡിമാൻഡ്, അതായത് ആവശ്യക്കാരൻ ചെയ്യുന്നു അതനുസരിച്ച് പ്രിന്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന സ്ട്രീം. ഹാർഡ് കവർ പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം അതിന്റെ ബൈൻഡിങ്ങിന്റെ വ്യത്യാസം കൊണ്ട് തന്നെ പക്ഷെ അതുകൊണ്ട് തന്നെ അതിന് കസ്റ്റമേഴ്സിനിടയ്ക്ക് ഡിമാൻഡ് വളരെ കുറവാണ്. അപ്പോൾ നാം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പേപ്പർ ബാക്ക് എഡിഷനെ കുറിച്ചാണ്. ഒരു ക്വിക്ക് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ, നമ്മൾ ക്രിയേറ്റ് പേപ്പർ ബാക്ക് എന്ന സ്ട്രീമിലേക്ക് പോകുന്നു. അവിടെ നമ്മൾക്ക് വേരിയസ് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 3 ടാബ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്: പേപ്പർ ബാക്ക് ഡീറ്റെയിൽസ്, പേപ്പർ ബാക്ക് കണ്ടന്റ്, പേപ്പർ ബാക്ക് റൈറ്റ്സ് ആൻഡ് പ്രൈസിംഗ്. ഇവിടെ ലാംഗ്വേജ്, നമ്മുടെ ബുക്കിന്റെ ടൈറ്റിൽ, സബ് ടൈറ്റിൽ. ഇതൊരു സീരീസ് ആണ്. ഇത് പല വോളിയമായിട്ട് പോകുന്ന ഒരു ഇതാണോ എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ബുക്കുകൾക്ക് പല സീരീസ് ഉണ്ട്. സീരീസ് 1 അല്ലെങ്കിൽ വോളിയം 1, വോളിയം 2 എന്നുള്ളത് അതവിടെ എഴുതേണ്ടതാണ്. എഡിഷൻ നമ്പർ, ഓതർ. ഇവിടെയാണ് നമുക്ക് പെൻ നെയിംസ് യൂസ് ചെയ്യാനുള്ള സ്ട്രീം. പെൻ നെയിംസിനെ കുറിച്ച് നമുക്കറിയാം. നമ്മള് ജെ.കെ. റൗളിംഗ് എന്ന വ്യക്തി നമുക്കെല്ലാവരും അറിയാം, ഹാരി പോട്ടറിന്റെ റൈറ്ററാണ്. പക്ഷേ അവരുടെ ശരിക്കുള്ള പേര് അതല്ല.
അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികളും അവരവരുടെ റിയൽ പേര് മാറ്റി വെച്ചിട്ട് പബ്ലിക്കേഷന് വേണ്ടി ഒരു പെൻ നെയിം യൂസ് ചെയ്യും. ഇവിടെ KDP-യിൽ, കിൻഡിൽ ഡയറക്ട് പബ്ലിക്കേഷനിൽ പോലും ഇവിടെ നമ്മൾക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ ബുക്കിന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. റൈറ്റ്സ് നമുക്ക് ഓൺ കോപ്പിറൈറ്റ് ആണ് നമുക്കുള്ളത്. പ്രൈമറി മാർക്കറ്റ് പ്ലേസ്, പിന്നെ ഇത് കാറ്റഗറി. ഈ കാറ്റഗറി അനുസരിച്ചാണ് ബുക്ക് എവിടെയാണ് ലിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എവിടെയാണ് ഈ ബുക്ക് സെർച്ച് ചെയ്യുന്നത് എന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ്. നമുക്ക് 3 കാറ്റഗറീസ് വരെ ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യാൻ സാധിക്കും. കീവേഡ്സ്, ഇതാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഈ ബുക്ക് ഐഡന്റിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ബുക്ക് അവരുടെ സെർച്ച് എൻക്വയറിയിലേക്ക് വരുന്ന പ്രോമിനന്റ് ആയിട്ടുള്ള കീവേഡ്സ് ആണ്. ഇവിടെ നമുക്ക് 7 കീവേഡ്സ് വരെ ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. അതിനൊക്കെ നമുക്ക് റാൻഡം ആയിട്ട് പോവാതെ പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന പല ടൂൾസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുവഴി നോക്കി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെയുള്ള കീവേഡ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതെല്ലാം ഫിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ള അടുത്ത പ്രൊവിഷനാണ് മാനുസ്ക്രിപ്റ്റ് അപ്ലോഡ്. അത് നമ്മുടെ ഇത് നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു, പേപ്പർ ബാക്ക് കണ്ടന്റ്. ഇവിടെയാണ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത മെറ്റീരിയൽ അപ്ലോഡ് ചെയ്യുന്ന സ്ഥലം. സോ അതായത് നമ്മൾ ഈ ഒരു പേജിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നീഷ് റിസർച്ചും, അതായത് ഏത് നീഷിലാണ്, ഏത് ജോണറിലാണ് ഈ ലോ അല്ലെങ്കിൽ മീഡിയം കണ്ടന്റ് ബുക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്ക് 3 തരത്തിലുള്ള കണ്ടന്റുകളാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നത്. ഒന്ന് ലോ കണ്ടന്റ് ബുക്സ്, അത് വളരെ പ്ലെയിനും സിമ്പിളും ആണ്, നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്. മീഡിയം കണ്ടന്റ് ബുക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ളതാണ്, അതിനും വളരെ ഡിമാൻഡാണ്. ഹൈ കണ്ടന്റ് ബുക്സ് എന്ന് പറയുന്നതാണ് ഫിക്ഷൻ അല്ലെങ്കിൽ നോൺ ഫിക്ഷൻ ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽ എൻറിച്ച്മെന്റ് വരുന്നതായിട്ടുള്ള ഒരു സെക്ഷൻ. നമ്മുടെ മെയിൻ ഫോക്കസ് അല്ലെങ്കിൽ ഓതർ റവന്യൂ ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു സ്ട്രീമാണ് മീഡിയം കണ്ടന്റ് അല്ലെങ്കിൽ ലോ കണ്ടന്റ്. മീഡിയം ആണ് നമ്മുടെ മെയിൻ ഫോക്കസ്. മീഡിയം കണ്ടന്റ് ബുക്സ്, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് നീഷ് റിസർച്ച് നടത്തുന്നു. പല ടൂൾസ് വഴി നമ്മൾ കീവേഡ്സും സെർച്ച് ക്വയറീസും നെഗറ്റീവ് കീവേഡ്സും പ്രോമിനന്റ് കീവേഡ്സും കോമ്പീറ്റിംഗ് കീവേഡ്സും അതുപോലെ കോമ്പറ്റീറ്റേഴ്സ് യൂസ് ചെയ്യുന്ന കീവേഡ്സും അങ്ങനെയുള്ള പല കാറ്റഗറി നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ വെറുതെ നമ്മൾ നോക്കാതെ പല ടൂൾസ് വഴി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ഈസി ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുവഴി നമുക്ക് നമ്മുടെ ബുക്കിനെ ഈസി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാനും എളുപ്പമായി തീരും. അപ്പോൾ നമ്മുടെ കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം അതൊരു വേർഡ് ഡോക്യുമെന്റ് ആയിരിക്കും നമ്മൾ അത് ഉണ്ടാക്കുന്നത്. അതിന് പല ക്യാൻവ പോലെയുള്ള ഡിസൈൻ ടൂൾസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈവൻ വേർഡ് ഡോക്യുമെന്റ് പോലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ക്യാൻവയാണ് കുറച്ചുകൂടെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഫോർ ബെറ്റർ റീഡബിലിറ്റി, ബെറ്റർ ഫങ്ഷനാലിറ്റി വൈസ്. അതാണ് നമുക്ക് കുറച്ചുകൂടെ പ്രോമിനന്റ്. അവിടെ എല്ലാം ചെയ്തതിനു ശേഷം ഈ പേപ്പർ ബാക്ക് കണ്ടന്റ് അപ്ലോഡ് ഏരിയയിലാണ് നമ്മൾ ഇതിന്റെ സ്പൈനും ബ്ലീഡ് സൈസ്, അതായത് നമുക്ക് എഡ്ജ് ടു എഡ്ജ് വേണോ, അല്ലെങ്കിൽ നമ്മളാണ് ഈ ബുക്കിന്റെ കവർ പോലും ഡിസൈൻ ചെയ്യുന്നത്. സോ ഈ ബുക്കിന്റെ എൻറ്റയർ ഓത്തറിങ് നമ്മളിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ബുക്കിന്റെ കണ്ടന്റ് മാത്രമല്ല, ഔട്ടർ ലുക്ക്, ഔട്ടർ കവർ, അതിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് കവർ എങ്ങനെയാണ്, അത് ബ്ലീഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടോ അതോ ബ്ലീഡ് ഓൺ ആണോ ഓഫ് ആണോ, നമ്മൾ അതിലേക്ക് ഉള്ളിൽ വരുന്നുണ്ട്. മാറ്റി ഇതൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. അതിനൊരു മുമ്പ് നമുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രിവ്യൂ പോലും നമുക്ക് ചെയ്യുവാൻ സാധിക്കും. സോ പ്രിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് നമുക്ക് ഇവിടെ ഉള്ളതെന്ന്. ഓക്കെ, അതുപോലെ നമുക്കൊരു കവർ ഡിസൈൻ ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ നമുക്ക് ChatGPT-യും വല്ല ഓതറിംഗ് പല AI ടൂൾസ് ഉള്ളത് കൊണ്ട് തന്നെ കവർ ഡിസൈൻ എളുപ്പമാണ്. അതുപോലെ നമുക്ക് പല ഫ്രീലാൻസ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെയൊക്കെ നമ്മൾക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഇത് ചെയ്യുവാൻ സാധിക്കും. അതിനൊക്കെ കുറച്ച് എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ട എന്നാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ChatGPT അല്ലെങ്കിൽ വല്ല ഡിസൈൻ ടൂൾസ് വഴി കവർ ഡിസൈൻസ് നന്നായിട്ട് സ്പെസിഫിക്കേഷൻസ് കൊടുക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ഫൈനൽ ആയിട്ടുള്ള സെക്ഷനാണ് ഇതിന്റെ പ്രൈസിങ്. നമ്മൾ അതിന്റെ പേപ്പർ ബാക്ക് റൈറ്റ്സ് ആൻഡ് പ്രൈസിങ് എന്നുള്ള ഒരു കാറ്റഗറി. ഇവിടെ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഏതെല്ലാം മാർക്കറ്റ് പ്ലേസിലാണ് ഈ ബുക്ക് ലോഞ്ച് ചെയ്യാൻ നമുക്ക് താല്പര്യം. സാധാരണയായി നമ്മൾ US, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, UK തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ഇത് പോകുന്നത്. കാരണം അവിടെയാണ് പേപ്പർ ബാക്കിന് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ്.
ഇന്ത്യയിലുണ്ട് എങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന മാർജിൻ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ യൂറോപ്യൻ സൈഡിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് അവിടെയുള്ള എല്ലാ മാർക്കറ്റ് പ്ലേസും സെലക്ട് ചെയ്യുവാൻ സാധിക്കും ഈസി ആയിട്ട്. ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബുക്ക് ലോഞ്ച് ചെയ്യുന്നത് അവിടെ നമുക്ക് സെല് ചെയ്യാൻ സാധിക്കും. അവസാനം ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മളൊരു കോസ്റ്റ് നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യുക. അവരൊരു ലിമിറ്റ് പറയുന്നുണ്ട്. പ്രിന്റിങ്ങിനും ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ബുക്കിന്റെ പേജ് നമ്പർ ഇതെല്ലാം നമ്മളാണ് ഡിസൈഡ് ചെയ്തത്. അതനുസരിച്ച് ആമസോൺ ഒരു റഫ് കാൽക്കുലേഷൻ നമുക്ക് തരും. അതനുസരിച്ച് നമുക്ക് തന്നെ ഒരു മിനിമം കാറ്റഗറി ഉണ്ട്. അതിന് മുകളിലായിരിക്കണം നമ്മുടെ കോസ്റ്റ്. അത് ചെയ്യുവാൻ സാധിക്കും. അതനുസരിച്ചുള്ള റോയൽറ്റി എമൗണ്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്തത് ഒരു ഫസ്റ്റ് അക്കൗണ്ട് ക്രിയേഷൻ എങ്ങനെ ചെയ്യുവാൻ സാധിക്കും. kdp.amazon.com എന്ന സൈറ്റിൽ പോയി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു നമ്മുടെ ഡീറ്റെയിൽസ് വെച്ച്. അതിനുശേഷം 3 കാറ്റഗറി, കിൻഡിൽ ബുക്ക്, പേപ്പർ ബുക്ക് ആൻഡ് ഹാർഡ് കവർ എന്നുള്ള ആ 3 കാറ്റഗറീസ് എന്താണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഫസ്റ്റ് ബുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വേരിയസ് ഓപ്ഷൻസ്. നമ്മൾ ഫസ്റ്റ് ടാബ് മാത്രമേ കണ്ടുള്ളൂ, കാരണം അത് ഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് ടാബിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. ഇനിയുള്ള നമ്മുടെ വീഡിയോസിൽ നമ്മൾ അടുത്ത് ഫോക്കസ് ചെയ്യാൻ നോക്കുന്നത് നീഷ് റിസർച്ചിനെ കൊണ്ട്. എന്താണ് നീഷ്? ആമസോണിൽ എങ്ങനെയാണ് ഒരു ബുക്കിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഏത് ബുക്കാണ് സെൽ ആവുന്നത്, ഏത് ബുക്കാണ് സെൽ ആവാത്തത്, എന്താണ് ഡിമാൻഡ്, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ബെസ്റ്റ് സെല്ലർ റേറ്റ് അല്ലെങ്കിൽ റാങ്ക് എന്താണ്, PSR എന്നുള്ളത് എങ്ങനെയാണ്, അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾക്ക് നമ്മുടെ നിഷ് പിച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അത് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾക്ക് ലോ കണ്ടന്റ് ബുക്സ്, മീഡിയം കണ്ടന്റ് ബുക്സ് എന്ന കാറ്റഗറി കുറിച്ച് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കൂടുതലായിട്ട് അറിയുവാനും നമ്മൾ ശ്രമിക്കുന്നതാണ്. എങ്ങനെ നമ്മൾക്ക് ലോ അല്ലെങ്കിൽ മീഡിയം കണ്ടന്റ് ബുക്സ് ക്രിയേറ്റ് ചെയ്യാം, എന്തെല്ലാം ടൂൾസ് ആണ് നമുക്ക് യൂസ് ചെയ്യാവുന്നത്, എന്തെല്ലാമാണ് അതിന്റെ ഡിസൈൻ അപ്രോച്ച്, എന്തെങ്കിലും നമുക്കൊരു സജഷൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും, AI വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇങ്ങനത്തെയുള്ള ഡിസൈൻസ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത്. ഇതൊരു പ്രാക്ടിക്കൽ ജേണിയാണ്, തിയറി അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് റിസൾട്ട് കിട്ടുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് റിസൾട്ട് കിട്ടാത്തത്, നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കി പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് കംപ്ലീറ്റ് അറ്റൻഷൻ, ഈ വീഡിയോ കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും അത് നിങ്ങൾ ഇരുന്ന് കാണാൻ ശ്രമിക്കണം. ഒരു അൺഡിവൈഡഡ് അറ്റൻഷൻ ഇത് വളരെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഇതിന്റെ സെറ്റിംഗ്സും ഇതിന്റെ മറ്റു കാര്യങ്ങൾ, നമ്മൾ സ്പെസിഫിക്കേഷൻസ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പാസീവ് ഇൻകം എന്നാൽ എഫേർട്ട് ഇല്ലാത്ത കാര്യം എന്ന അർത്ഥമില്ല. പാസീവ് ഇൻകത്തിന് വളരെയധികം എഫേർട്ട് ആവശ്യമാണ്. പക്ഷേ ഈ ഒരു പാസീവ് ഇൻകം ഇത് 0 ഇൻവെസ്റ്റ്മെന്റിലാണ് നമ്മൾ ആരംഭിച്ചത്. നിങ്ങൾ ഇപ്പോൾ കണ്ടതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും. പക്ഷെ നിങ്ങളുടെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട്, ഒരു പ്രോപ്പർ ഡെഡിക്കേറ്റഡ് ടൈം, നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് നിങ്ങൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ ജോലിക്ക് ശേഷമോ അല്ലെങ്കിൽ ജോലി ആരംഭിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വീക്കെൻഡിലോ നിങ്ങൾ ഒരു നിശ്ചിത സമയം ഇതിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഒരു കണ്ടന്റ് ക്രിയേഷൻ എങ്ങനെ നമ്മൾക്ക് എഫക്റ്റീവ് ആയിട്ട് പബ്ലിഷ് ചെയ്യാനും, അത് മാത്രമല്ല റവന്യൂ ജനറേഷനിലേക്ക് നിങ്ങൾക്ക് ഒരു സൈഡ് ഇൻകം, സെക്കൻഡ് ഇൻകം എന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ഒരു നല്ല റവന്യൂ, നിങ്ങളുടെ മെയിൻ സോഴ്സ് ഇൻകത്തേക്കാൾ കൂടുതൽ വരെ ഇത് ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി നിങ്ങൾക്ക് എൻ്റെ ബിയോണ്ട് യുവർ സാലറി എന്നുള്ള ഒരു ഫ്രീ ഇ ബുക്ക് അവൈലബിൾ ആണ്. അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഫ്രീ ഇ ബുക്ക് ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതൊരു പ്രൈമറി സോഴ്സ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ KDP അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തോ, എന്തെല്ലാമായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളതിനെ കുറിച്ച് കമന്റ് ചെയ്യുക. തുടർന്നുള്ള നിങ്ങൾക്ക് എന്തെങ്കിലുള്ള ഡൗട്ടുകൾ, സംശയങ്ങൾ, എന്തെങ്കിലും ക്യൂറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ചെയ്യാം. തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ അതും കൂടെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.